ഹലോ, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഐറ്റം കപ്പ, ചമ്മന്തി, കട്ടൻ ചായ. എല്ലാവർക്കും അറിയാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. എന്നാലും നമ്മുടേതായിട്ടുള്ള രീതിയിലാണല്ലോ നമ്മളെല്ലാം വയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഐറ്റമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് നല്ല നാടൻ കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറമേക്ക് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പയാണ് കിട്ടിയത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ കപ്പ വെട്ടുന്നത്? എല്ലാവരും ഓരോ സ്റ്റൈലാണല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെയാട്ടോ കപ്പ നുറുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പ കിട്ടിയത്. ഒരു കഷ്ണം കഴിച്ചു നോക്കിയപ്പോൾ തന്നെ നല്ല കയ്പൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു കേട്ടോ. കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അതിനിടയിൽ ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ കപ്പയുടെ. കപ്പ നുറുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ എന്ന് കപ്പ നന്നാക്കിയാലും ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം. ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാനൊരു ചെറിയ പാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വേവിക്കുക. അധികം വേവുള്ള കപ്പയല്ല, അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കപ്പയുടെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മളൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാം കേട്ടോ. അപ്പോൾ ഉപ്പും വെള്ളമൊക്കെ നോക്കിയിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി കപ്പ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കാനുള്ള പ്ലാൻ നോക്കാം. വൈകിട്ട് ഒരു 4 മണി നേരത്തൊക്കെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കട്ടൻ ചായയുടെ കൂടെ നമുക്ക് കൂടെ ഒരു മഴയും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കപ്പയും ചമ്മന്തിയും കട്ടൻ ചായയും പിന്നെ കൂടെ ഒരു മഴയും. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി കപ്പ അവിടെ നിന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ചമ്മന്തിക്ക് നല്ല ഉണ്ട മുളക് കിട്ടിയിട്ടുണ്ട്. നല്ല പാകമായിട്ട് നിൽക്കുന്നുണ്ട് മുളക്. അപ്പോൾ മുളക് 2 എടുക്കാം. ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്. ഈ ചമ്മന്തിയിൽ ഈ മുളക് ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ മുളകിന് നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുളക് ഇടാൻ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാന്താരി ഇട്ടാലും മതി. അപ്പോൾ ഒരു 2-3 മുളക് ഞാൻ പൊട്ടിക്കുന്നുണ്ട്. ചമ്മന്തിയിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കറികളിലൊക്കെ ഇടുകയാണെങ്കിലും ഈ മുളക് നല്ല ടേസ്റ്റാണ്. മുളകും ഉള്ളിയും പുളി ഉപ്പ് ഇവയൊക്കെ ഇട്ടിട്ടൊരു സിമ്പിൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. കപ്പയ്ക്ക് അല്ലെങ്കിലും ഇങ്ങനത്തെ ചമ്മന്തിയാണ് കൂടുതലും മാച്ചാവുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനത്തെ നല്ല ഫുഡൊക്കെ കഴിക്കുക. കപ്പയൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ. എപ്പോഴും പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ വാങ്ങി കഴിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാവരും. അപ്പോൾ നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ട് ചെറിയുള്ളി വേണം, മുളക്, പുളി, ഉപ്പ്. ഇത്ര ഐറ്റം കേട്ടോ നമ്മൾ സിമ്പിൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്.
പിന്നെ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പച്ചമുളക് തന്നെ ഇടുമ്പോൾ ഒരു കളർ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഞാൻ എടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് നമുക്കിതെല്ലാം ഇട്ട് അടിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. മുളക് 3 എണ്ണം ഞാൻ ഇടുന്നുണ്ട്. എരിവ് എങ്ങനെയുണ്ടാവുമെന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം നമുക്ക്. കപ്പയിൽ കുറച്ച് എരിവുള്ള ചമ്മന്തിയല്ലേ നല്ലത്. കുറച്ച് എരിവ് മുന്നേ നിന്നോട്ടെ. ഉപ്പും പുളിയും മുളകും ഉള്ളിയും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുണ്ട് കേട്ടോ. ഇനി ചമ്മന്തിയിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ടുണ്ട്. ഇനി വേവിച്ച് കഴിയുമ്പോൾ വെള്ളം അധികം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കളയാട്ടെ നിങ്ങൾ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഉണ്ടായത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുന്നുണ്ടോ. കഴിച്ചു നോക്കിയിട്ടോ, നല്ല കപ്പയാണ്, കയ്പൊന്നുമില്ലാത്ത നല്ല സൂപ്പർ കപ്പയാണ്. അപ്പോൾ കപ്പയും ചമ്മന്തിയും കട്ടൻ ചായയും കൂടി വേണം. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചായയും കൂടി ആയി കഴിയുമ്പോൾ നമുക്കിത് കൂട്ടി കഴിക്കാം. കപ്പ വേണമെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ മൊരിയിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കപ്പ അതിലിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടം കേട്ടോ. ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ വേവിച്ച് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കട്ടൻ ചായ. അപ്പോൾ അടിപൊളിയാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളുണ്ടാക്കി കഴിക്കൂ കേട്ടോ, ട്രൈ ചെയ്യേ, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. കപ്പ നന്നായിട്ട് വെന്ത കപ്പ ആയതുകൊണ്ട് അടിപൊളിയായിട്ട് കഴിക്കാം. ചില കപ്പ നമുക്ക് വെന്ത് കിട്ടത്തില്ല അല്ലേ. അപ്പം കപ്പയൊക്കെ വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് നോക്കി വാങ്ങിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.